ഇത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്കൊരു അടിപൊളി ഇറച്ചിയും പൂളിയും ഉണ്ടാക്കാമെന്ന് പഠിക്കാം കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫീലില്ലേ, തട്ടുകടയിലത്തെ ഇറച്ചിയും പൂളിയൊക്കെ കഴിക്കുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെ. ആ ഒരു ഇറച്ചിയും പൂളിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ ജസ്റ്റ് പീസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്, എല്ല് ഉപയോഗിക്കുന്നില്ല, എല്ലില്ലാണ്ടാണ് നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ജസ്റ്റ് ഭാഗം ഇതേ രൂപത്തിൽ കട്ടാക്കിയിട്ട് ഇത്ര വലുപ്പത്തിൽ തന്നെ കട്ടാക്കിയിട്ടിടുക. ഫുള്ളായിട്ട് കട്ടാക്കി പീസാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നതിന് ശേഷം നമ്മൾ ചെറിയൊരു ചെമ്പെടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നതിന് ശേഷം ഉള്ളി അതിലേക്കിടുക. ഇത്തിരി ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. എന്നതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ മൂത്ത് വരും. ഇത് നമ്മളതായിട്ടുള്ളൊരു ഒരു കൂട്ടാണ് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടി ആ ഉള്ളി മൂത്ത് വന്നതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതേ രൂപത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നിങ്ങളിത് ലാസ്റ്റ് വരെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഇറച്ചിയും പൂളിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് മിക്സ് ചെയ്യുക. അതും ഇതിൽ നല്ല രൂപത്തിൽ വഴറ്റിയെടുക്കുക. ഏകദേശം മൂത്ത് വന്നതെന്ന് കാണുമ്പോൾ മസാല പൊടികൾ ഇതിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി കൂടെ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ളത്. കുരുമുളക് ഒരു ചെറിയൊരു സ്പൂണിലൊരു കാഭാഗം, അത് നമ്മളതായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ നല്ല മൂത്ത് വരും. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും. മൂത്തെന്ന് കണ്ട ഉടനെ തന്നെ തക്കാളി ആഡ് ചെയ്യുക. ഒരു 2 തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഇതേ രൂപത്തിൽ തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ചട്ടിയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ പേസ്റ്റ് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടാവും. അത് നല്ലോണം ചട്ടം വെച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇതാ ഈ രൂപത്തിൽ തക്കാളി നല്ല വെന്ത് ആ മസാലയോട് കൂടിയിട്ട് ആ സമയം ഒന്ന് മൂടി വെക്കുക. അന്നേരം തന്നെ നമ്മളെ പൂള കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വെച്ച് 3 വിസിലോട് കൂടിയിട്ട് വേവിച്ചെടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഓട്ടപാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം മാറ്റി വെക്കുക. അടിപൊളി പൂള കേട്ടോ നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ നാട്ടിൽ പൂളയ്ക്ക് എന്താ വില എന്നുള്ള കമൻറ്റ് ചെയ്യണേ. നല്ല ഷാറ് പൂളായിരുന്നു. ആ സമയം നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളിയും തക്കാളിയും തുറന്ന് നോക്കുക, മസാല റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. മസാല റെഡിയാണ്. ഇത്തിരി തായ്ഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നല്ലോണം നമ്മൾ ഇളക്കിയിട്ട് ഇതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് തന്നെ മിക്സ് ആക്കിയെടുക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ്, ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതേ രൂപത്തിലാക്കിയെടുക്കുക. ഈ ചിക്കൻ ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നോമ്പായത് കൊണ്ട് അതൊന്നും ചിന്തിക്കാൻ പറ്റുകയില്ലല്ലോ. ഓക്കെ, എന്നതിന് ശേഷം ഒരിത്തിരി നേരം മൂടി വെക്കുക. തുറന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിലായിരിക്കും. ഇങ്ങനെ ആയിന്ന് കണ്ട കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. മുമ്പ് നമ്മൾ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളം തീരെ ഉപയോഗിക്കാണ്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ വെന്ത് എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നതിന് ശേഷം ഇതേ രൂപത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെക്കാം.
മൂടി വെച്ച് 2-3 മിനിറ്റ് അങ്ങനെ മൂടി വെച്ച് ഇനി തുറന്ന് നോക്കുമ്പോൾ ഇതാ തിളച്ച് ചിക്കൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ രൂപത്തിൽ വെട്ടിത്തിളക്കും. വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എണ്ണ ഫസ്റ്റത്തെ വെളിച്ചെണ്ണ ഉപയോഗിച്ചതാണ്. ബാക്കിയുള്ള ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വേറൊരു സാധനം നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചില്ല. ഓക്കെ, ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഇനിയാണ് നമ്മളെ പൂളക്കാക്ക അതിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ചിക്കൻ നല്ലോണം ഒരു മീഡിയം ലെവലായിട്ടുണ്ട്, ഓവറായിട്ടില്ല. കണ്ടില്ലേ, അത്രക്കും ചിക്കനാണ്. വെന്ത് വന്നപ്പോൾ എന്തോ ഒരു ചിക്കനാണുള്ളത്. മൂടി വെച്ച് ഒത്തിരി നേരം ഒരു 1-2 മിനിറ്റ് മൂടി വെച്ച് തുറന്നു. ഇതാ പൂളക്കാക്ക എടുത്ത് വന്ന് നിൽപ്പുണ്ട്. നമ്മൾ അതിലേക്ക് ആവാൻ ഇതൊന്ന് മൂത്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പൂള അതാ അതിലേക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഇതേ രൂപത്തിൽ മിക്സാക്കി എടുക്കണേ. മിക്സാക്കുമ്പോൾ ഉടയോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഉടഞ്ഞാൽ അത് ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ. പൂളൻ്റെ ആ ഗ്രേവി അതിലേക്ക് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിൽ വരും. അത്യാവശ്യം തട്ടുകടയിലൊരു സ്മെല്ല്, തട്ടുകടൻ്റെ അടുത്തിലൊക്കെ പോകുമ്പോൾ ഒരു അടിപൊളി സ്മെല്ല് ഇങ്ങനെ വരില്ലേ, ഇതാണ് സംഭവം. ഈ ഇറച്ചിയും പൂളയുള്ള തട്ടുകടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിർത്തിയിട്ട് ഒരു പ്ലേറ്റ് വാങ്ങിക്കും. അതേസമയം ചെറിയൊരു ഫ്രൈ പാൻ വെച്ച് ഇതാ ഇത്തിരി ചീരുള്ളി കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ആ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്, നല്ല അടിപൊളി സൗണ്ടായിരിക്കും കേട്ടോ. എന്നതിന് ശേഷം ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂപ്പിച്ച് അതേ സമയത്ത് നമ്മളെ റെഡിയായി നിന്ന പൂളയിലേക്ക് ഇത്തിരി മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. ഇതേ രൂപത്തിൽ മുകൾ ഭാഗത്ത് ഇത്തിരി മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് നോക്കാം നമുക്ക് ചിക്കൻ എന്താ പാട്, പൂള എന്താ എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഇതേ രൂപത്തിൽ. ആഹാ, അത് നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, നോമ്പറക്കണ്ടേ. ചിക്കൻ്റെ പീസാണ് കേട്ടോ അത്, മല്ലിച്ചപ്പോട് കൂടിയിട്ട്. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ മൂപ്പിച്ചെടുത്ത ചീരുള്ളി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നല്ലൊരു സ്മെല്ലായിരിക്കും. ഇപ്പോൾ കറിവേപ്പിലയും ചീരുള്ളിയും കൂടി നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ ഈ രൂപത്തിൽ മൂത്ത് എന്ന് കാണുമ്പോൾ ഇതാ ആ മല്ലിച്ചപ്പ് നമ്മൾ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മല്ലിച്ചപ്പ് അതേ രൂപത്തിൽ തന്നെ മുകൾ ഭാഗത്ത് ഈ മൂപ്പിച്ചെടുത്ത ചീരുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം എൻ്റെ മക്കളെ ഇതങ്ങോട്ട് മിക്സ് ആക്കുമ്പോൾ ഉണ്ട് ഒരു സ്മെല്ലിങ്ങനെ വരാൻ. ആഹാ, ഇതേ രൂപത്തിൽ മിക്സാക്കി നല്ലോണം മിക്സാക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം ഇതിൻ്റെ എന്താ പറയുക, ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് പേസ്റ്റിലേക്ക് ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ തട്ടുകട സ്റ്റൈലിലുള്ള കപ്പയും ഇറച്ചിയും റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ചിക്കൻ ജസ്റ്റ് പീസ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കുട്ടികൾക്കും ഇത് കഴിക്കാമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലില്ലല്ലോ. ഓക്കെ, ബൈ.